ആദ്യം വരുന്നത് നമ്മുടെ KS പ്രസാദേട്ടന്റെ ഒരു അപരൻ എന്ന നിലയിലാണ് മിമിക്രിയിൽ, അല്ലേ? അങ്ങനെയാണ് കൊച്ചിൻ ഗിന്നസിലൂടെ തന്നെയാണ്. ആ ഒരു വേഷത്തിലൂടെയാണോ കൊച്ചിൻ ഗിന്നസിലേക്ക് എൻട്രി? അല്ല, ഫിഗറിലൂടെ അല്ല. അന്ന് ടെലിഫോണുള്ള സമയം, മൊബൈൽ ഇല്ലാത്ത കാലം. അപ്പൊ CD-യിൽ ഒരു നമ്പർ, പ്രസാദിന്റെ നമ്പർ വന്നിട്ട്, അന്ന് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ആ കോമഡി ഷോ ഒക്കെ ഇല്ലേ, ആ ടൈം പാസ് അങ്ങനെയുള്ള കോമഡി ഷോകളൊക്കെ കണ്ടിട്ടാണ് അപ്പൊ ഒരു ഇൻസ്പിറേഷൻ. അപ്പൊ എനിക്ക് ഉള്ളിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, ഒരു കലാകാരനാവണം എന്നൊക്കെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ഫോൺ നമ്പറൊക്കെ എടുത്ത് ബൂത്തിൽ കയറി. അപ്പൊ ബൂത്തിൽ കുറെ ആൾക്കാരൊക്കെ വിളിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. ഓരോ കോയിനിട്ട് ഇങ്ങനെ പ്രസാദേട്ടനെ വിളിച്ചു, ഇവിടെ വാ വന്ന് നോക്ക. അപ്പം ഞാൻ ഇങ്ങനെ ഓരോ ശബ്ദങ്ങളൊക്കെ, അപ്പോൾ ഫോണിൽ കൂടെ ഞാൻ ഇങ്ങനെ ശബ്ദം അനുകരിച്ച് പാടി, ഫീമെയിൽ മെയിൽ ടോണിൽ പാടി. കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് പോരേന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കോസ്റ്റ്യൂം എന്താണെന്നൊന്നും അറിയില്ല. ഞാൻ ആന്ന് പറഞ്ഞു. ഞാൻ വന്ന അതേ രീതിയിലാണ് വന്നപ്പോൾ. പിന്നെ പ്രസാദേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്, ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അന്നത്തെ ആദ്യത്തെ ഷൂട്ട് ചെയ്തത്. അങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ. അല്ല, പ്രസാദേട്ടനായിട്ടുള്ള ഈ രൂപസാദൃശ്യം ആരാണ് പറഞ്ഞത്? അല്ല, അത് അവിടെ നിന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോ കണ്ണാടിയിലൊക്കെ നോക്കിയപ്പോ അങ്ങനെ ചെറിയ സാമ്യം പോലെ തോന്നി. അപ്പൊ കുറച്ച് വരുമ്പോൾ ഞാൻ സാമ്യമുണ്ട്, അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയെന്നുള്ളത്. കുറച്ചിങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതൊരു ഗുണം. അപ്പൊ അതൊരു ഗുണമായിട്ട്. അപ്പൊ പ്രസാദിന്റെ ട്രൂപ്പിൽ തന്നെ പിന്നീട് പ്രസാദിന്റെ അപരനായിട്ടും പിന്നീട് ഇത്തരത്തിലുള്ള നമ്മളുടെ ഈ ശബ്ദത്തിലൂടെയൊക്കെ പാട്ട് പാടാനും ഒക്കെ ആയിട്ട് അവിടെ കൂടി, അല്ലേ?